എ ടു സെഡ് ജാലകം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിക്കൊണ്ട് ഈ ലക്കത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്ലാനിംഗ് എന്ന ചാപ്റ്ററിൽ വരുന്ന സ്റ്റെപ്സ് ഇൻ പ്ലാനിംഗ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് പ്ലാനിംഗ് അല്ലെങ്കിൽ പ്ലാനിംഗ് പ്രോസസ്. നമുക്ക് ടോപ്പിക്കിൽ കിടക്കാം. പ്ലാനിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ പ്ലാനിംഗ്, ആസൂത്രണ പ്രക്രിയ അല്ലെങ്കിൽ ആസൂത്രണത്തിലെ വിവിധ നടപടിക്രമങ്ങൾ. വാട്ട് ആർ ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ മാനേജ്മെൻറ്റ് ഇൻ പ്ലാനിംഗ് പ്രോസസ്സ്? ഒരു ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നതാണ്. പ്ലാനിംഗ് പ്രോസസ്സിൽ ഒരു മാനേജ്മെൻറ്റ് എന്തെല്ലാം നടപടികളാണ് എടുക്കുന്നത്? ഫസ്റ്റ് വൺ, സെറ്റിംഗ് ഓർ ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. സെറ്റിംഗ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓർ ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. The first and foremost step in planning is setting objectives or goals. അതായത് പ്ലാനിംഗ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഏറ്റവും ആദ്യത്തെ നടപടി സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റീവ്, ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഒരു ലക്ഷ്യം നിർണ്ണയിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ എൻഡ് റിസൾട്ട് ഓഫ് പ്ലാനിംഗ് ആക്ടിവിറ്റി. അതുകൊണ്ട് തന്നെ പ്ലാനിംഗ് ആക്ടിവിറ്റിയുടെ എൻഡ് റിസൾട്ട്, ലാസ്റ്റ് അതിലേക്കാണ് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് പ്ലാനിംഗ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എൻഡ് റിസൾട്ടായ, ആ പ്ലാനിങ്ങിലെ ടാർഗറ്റായ എൻഡ് റിസൾട്ടായ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യുക, നിശ്ചയിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ദ ഒബ്ജക്റ്റീവ്സ് ഷുഡ് ബി, അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിക്കൊണ്ട് സെറ്റ് ചെയ്യുന്ന ആ ഒബ്ജക്റ്റീവുകൾ, ഇറ്റ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ്, വ്യക്തമായി ഡിഫൈൻ ചെയ്തിരിക്കണം. ആൻഡ് ഷുഡ് സ്പെസിഫൈ വാട്ട് ദ ഓർഗനൈസേഷൻ വാണ്ട്സ് ടു അച്ചീവ്. അതായത് എന്താണ് ആ ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യാൻ, ഫ്യൂച്ചറിൽ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ടാർഗറ്റ് എന്താണ് അല്ലെങ്കിൽ ഗോൾ എന്താണെന്നുള്ളത് വ്യക്തമായി പറഞ്ഞിരിക്കണം എന്നർത്ഥം. സെക്കൻഡ് വൺ, ഇറ്റ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ എൻ്റയർ ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിന് മൊത്തത്തിലൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആൻഡ് ഫോർ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റ് ഓർ യൂണിറ്റ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനുള്ളിൽ തന്നെയുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഓരോ യൂണിറ്റുകൾക്കും അവയ്ക്കും പ്രത്യേകമായിട്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം, സെറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ സ്ഥാപനത്തിന് മൊത്തത്തിലുണ്ടായിരിക്കണം. അതുപോലെ അത് അച്ചീവ് ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും യൂണിറ്റുകൾക്കും എല്ലാം അതിൻ്റേതായ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തിരിക്കണം. തേർഡ് വൺ, ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ആൾ മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഈ ഒബ്ജക്റ്റീവ്, സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് ഓർഗനൈസേഷനാവട്ടെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലാവട്ടെ, അത് എല്ലാ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അതിലെ എല്ലാ മെമ്പേഴ്സിനും അത് അറിയിച്ചിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നതിന് ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് പറയാം, ഇൻക്രീസ് സെയിൽസ് ബൈ 20%, സെയിൽസ് 20% വർദ്ധിപ്പിക്കുക ഈ വർഷം. അല്ലെങ്കിൽ റെഡ്യൂസ് കോസ്റ്റ് ബൈ 10%, മൊത്തം ചിലവ് 10% കുറയ്ക്കുക. അല്ലെങ്കിൽ ഇൻക്രീസ് ദ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ ബൈ 2000 യൂണിറ്റ്, 2000 യൂണിറ്റ് അധികം എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാം. പ്ലാനിങ്ങിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്, പ്ലാനിംഗ് പ്രോസസ്സിലെ സെക്കൻഡ് സ്റ്റെപ്പ്, ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രിമൈസസ്. ആസൂത്രണ സങ്കല്പങ്ങൾ വികസിപ്പിച്ചെടുക്കുക. പ്ലാനിംഗ് പ്രിമൈസസ് റെഫേഴ്സ് ടു ദ വേരിയസ് അസംഷൻസ് മെയ്ഡ് ബൈ മാനേജേഴ്സ് എബൌട്ട് ദ ഫ്യൂച്ചർ ഫോർ ദ ഫോർമുലേഷൻ ഓഫ് പ്ലാൻസ്. പ്ലാനിംഗ് പ്രിമൈസ് എന്നോട് ഉദ്ദേശിക്കുന്നത്, ഇത് പരീക്ഷയ്ക്ക് പ്ലാനിംഗ് പ്രിമൈസ് എന്നുള്ളത് മാത്രം ചോദിക്കാറുണ്ട്, പരീക്ഷയ്ക്ക് 2 മാർക്കിനൊക്കെ അല്ലെങ്കിൽ 1 വേർഡായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. പ്ലാനിംഗ് പ്രിമൈസ് എന്നോട് ഉദ്ദേശിക്കുന്നത് വേരിയസ് അസംഷൻസ്, പലവിധ സങ്കല്പങ്ങളാണ്, അനുമാനങ്ങളാണ്. മെയ്ഡ് ബൈ മാനേജർമാർ തയ്യാറാക്കിയെടുക്കുന്നു. എബൌട്ട് ദ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് ഫോർ ദ ഫോർമുലേഷൻ ഓഫ് പ്ലാനുകൾ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ പ്ലാനുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഭാവിയെക്കുറിച്ച് മാനേജർമാർ തയ്യാറാക്കുന്ന പലതരത്തിലുള്ള സങ്കല്പങ്ങളെ സൂചിപ്പിക്കുന്ന ആ പദമാണ് പ്ലാനിംഗ് പ്രിമൈസസ്. ദീസ് ആർ ദ അസംഷൻസ് അപ്പോൺ വിച്ച് പ്ലാൻസ് ആർ ഡ്രോൺ. പ്ലാനുകളെല്ലാം തയ്യാറാക്കുന്ന അടിസ്ഥാന സങ്കല്പങ്ങളാണ് പ്ലാനിംഗ് പ്രിമൈസുകൾ. നെക്സ്റ്റ്, ദീസ് ആർ ദ അസംഷൻസ് വിച്ച് ആർ ദ ബേസിസ് ഫോർ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന സങ്കല്പങ്ങൾ, അനുമാനങ്ങളാണെന്ത്? പ്ലാനിംഗ് പ്രിമൈസുകൾ. These planning premises may be controllable or uncontrollable. അതായത് ഇങ്ങനെ തയ്യാറാക്കുന്ന സങ്കല്പങ്ങൾ, ഫ്യൂച്ചറിനെ സംബന്ധിച്ച സങ്കല്പങ്ങൾ കൺട്രോളബിൾ ആയേക്കാം, അൺകൺട്രോളബിൾ ആയേക്കാം. സ്ഥാപനത്തിനും മാനേജർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായേക്കാം, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായേക്കാം. ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ, ഇൻറ്റേർണൽ ആയേക്കാം, സ്ഥാപനത്തിനകത്തുള്ളതായിരിക്കാം, സ്ഥാപനത്തിന് പുറത്തുള്ളതായിരിക്കാം.
എക്സാമ്പിൾ അത്തരം അസംഷൻസുകൾക്ക് ഉദാഹരണമാണ് അസസ്മെൻറ്റ് ഓഫ് ഫ്യൂച്ചർ ഡിമാൻഡ്, അതായത് ഫ്യൂച്ചർ ഡിമാൻഡ് ഭാവിയിലെ ഡിമാൻഡിനെ സംബന്ധിച്ചുള്ള അസസ്മെൻറ്റ് അനുമാനങ്ങൾ. അസസ്മെൻറ്റ് ഓഫ് ടേസ്റ്റ് പ്രിഫറൻസ് നീഡ്സ് ഓഫ് ദി കസ്റ്റമേഴ്സ്, അതായത് കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് പ്രിഫറൻസ് നീഡ്സ് അതിനെ പറ്റിയുള്ള സങ്കല്പങ്ങൾ. അസസ്മെൻറ്റ് ഓഫ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റിലെ കോമ്പറ്റീഷൻ. അസസ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ടെക്നോളജിയുള്ള മാറ്റങ്ങൾ. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, അവൈലബിലിറ്റി ഓഫ് എംപ്ലോയീസ്. ഇത്തരത്തിൽ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിനകത്തും പുറത്തുമുള്ള കാര്യങ്ങളെക്കുറിച്ച്, സ്ഥാപനത്തെ സ്വാധീനിക്കുന്ന, നമ്മൾ നേരത്തെ എൻവയോൺമെൻറ്റ് പറഞ്ഞു, അതുപോലെ തന്നെ സ്ഥാപനത്തെ സ്വാധീനിക്കുന്ന ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള മാനേജറുടെ ചില ഒരു അസസ്മെൻറ്റുകളാണെന്ത് പ്ലാനിംഗ് പ്രിമൈസുകൾ എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്, ശ്രദ്ധിക്കുക. ഓൾ മാനേജ്മെൻറ്റ് പ്ലാൻസ് ആർ ബേസ്ഡ് ഓൺ സെർട്ടൻ അസംഷൻസ്. നമ്മളിപ്പോൾ പറഞ്ഞ സെൻറ്റൻസാണ്. ദീസ് അസംഷൻസ് ആർ കോൾഡ് ഡാഷ്. ഈ അസംഷനുകൾ പറയുന്ന പേരാണെന്ത്? പ്ലാനിംഗ് പ്രിമൈസ്. നമ്മളിപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. തേർഡ് സ്റ്റെപ്പ് ഇൻ പ്ലാനിംഗ് പ്രോസസ്സ്. പ്ലാനിംഗ് പ്രോസസ്സിലെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഐഡൻറ്റിഫൈയിങ് ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ. ഐഡൻറ്റിഫൈയിങ് ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈയിങ് ദ ആൾട്ടർനേറ്റീവ്സ്, അതായത് ബദലുകൾ കണ്ടെത്തുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്ലാനിങ്ങിൻ്റെ മീനിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ഡെഫിനിഷൻ പഠിച്ചതാണ്. ഇറ്റ് ഈസ് ദ സെലക്ഷൻ എമംഗ് ആൾട്ടർനേറ്റീവ്സ്. കുറേ ബദലുകളിൽ നിന്ന് എന്ത് ചെയ്യുക, ഏറ്റവും അനുയോജ്യമായ സ്യൂട്ടബിളായ ഒരു ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക, ഡിസിഷൻ മേക്കിംഗ് എടുക്കുക. അതാണ് പ്ലാനിംഗ് എന്ന് പറഞ്ഞു. ആ പ്ലാനിങ്ങിലെ മൂന്നാമത്തെ സ്റ്റെപ്പ് തന്നെയാണ് ഈ ബദലുകൾ. നമ്മൾ ലക്ഷ്യം നേടിയെടുക്കുന്നതിനാവശ്യമായ പല മാർഗ്ഗങ്ങൾ, പല ബദലുകളുണ്ടായിരിക്കും. അതിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിളായത് തിരഞ്ഞെടുക്കുക. ഓക്കെ, പോയിന്റിലേക്ക് വരാം. ആഫ്റ്റർ സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് മേക്കിംഗ് അസംഷൻസ്. ഒന്നാമത്തെ സ്റ്റെപ്പായ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, ആൻഡ് മേക്കിംഗ് അസംഷൻ, അതുമായി ബന്ധപ്പെട്ട അസംഷനുകളൊക്കെ നമ്മൾ പ്രിമൈസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് തയ്യാറാക്കി കഴിഞ്ഞു. എബൌട്ട് ദ ഫ്യൂച്ചറിനെ സംബന്ധിച്ച്. ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡിറ്റർമൈൻ ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ. ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിനാവശ്യമായ ബദലുകൾ, ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻസുകൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ആൻ ഒബ്ജക്റ്റീവ് ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. നമ്മൾ സെറ്റ് ചെയ്ത് നമ്മുടെ ആ ലക്ഷ്യം, ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ എന്ത് ചെയ്യുക, പല മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഓൾ ദ പോസിബിൾ ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ ഷുഡ് ബി ഐഡൻറ്റിഫൈഡ്. അതുകൊണ്ട് തന്നെ ആ നേടിയെടുക്കാനുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളിൽ ഏറ്റവും പോസിബിളായ, ഏറ്റവും സാധ്യമായ കോഴ്സസ് ഓഫ് ആക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഏതാണെന്ന് തിരിച്ചറിയണം. നമുക്ക് നമ്മുടെ ആ പഴയ എക്സാമ്പിളിന് എവിടെ ഒന്നുകൂടി പരിശോധിച്ച് നോക്കാം. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് എന്നാണ് ഇൻക്രീസ് സെയിൽസ് ബൈ 20%. നമ്മുടെ സ്ഥാപനത്തിൻ്റെ സെയിൽസ് ഈ വർഷം എന്ത് ചെയ്യണം, 20% വർദ്ധിപ്പിക്കണം കഴിഞ്ഞ വർഷത്തിനേക്കാൾ. അതിനുള്ള ആൾട്ടർനേറ്റീവ്സ്, അതിന് പല ബദലുകൾ എന്തൊക്കെയാണ്, അത് ഈ സെയിൽസ് വർദ്ധിപ്പിക്കാനുള്ള പല ബദലുകൾ എന്തൊക്കെയാണ്? ആഡിങ് മോർ ലൈൻസ് ഓഫ് പ്രൊഡക്റ്റ്, പുതിയ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുക, അഡീഷണലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഉൽപ്പാദിപ്പിക്കുക. ഓഫേഴ്സ്, ഡിസ്കൗണ്ട്സ് എക്സെട്ര, പലവിധ ഓഫറുകളും ഡിസ്കൗണ്ടുകളൊക്കെ അനുവദിച്ച് കൊടുക്കുക കസ്റ്റമേഴ്സിന്. ഇൻക്രീസ് അഡ്വർടൈസ്മെൻറ്റ്, പരസ്യത്തിൻ്റെ പരസ്യവും വർദ്ധിപ്പിക്കുക. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ത് ചെയ്യുക, ഡയറക്റ്റ് മാർക്കറ്റിംഗ് സാധ്യതകളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, നടപ്പിലാക്കുക. അപ്പോൾ ഇങ്ങനെ പല മാർഗ്ഗങ്ങളിൽ കൂടെ, പല ബദലുകളിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻക്രീസ് സെയിൽസ് ബൈ 20%, സെയിൽസ് 20% വർദ്ധിപ്പിക്കുക എന്നുള്ള ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് നമുക്ക് എന്ത് ചെയ്യാം, അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബദലുകളാണ് ഈ താഴെ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം ഗോൾ സെറ്റ് ചെയ്തു, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു. രണ്ടാമത്തെ പ്ലാനിംഗ് പ്രിമൈസുകൾ, സങ്കല്പമൊക്കെ ഡെവലപ്പ് ചെയ്തു. മൂന്നാമത്തെ അത് അച്ചീവ് ചെയ്യുന്നതിനാവശ്യമായ വിവിധ ബദലുകൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു, അത് ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നാലാമത്തെ സ്റ്റെപ്പ്, ഈ ബദലുകളെ നമ്മൾ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ് കോഴ്സസ്, ഈ ബദലുകളെ വിലയിരുത്തുക. ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട്സ് ഓർ പ്രോസ് ആൻഡ് കോൺസ്, പ്രോബ്ലംസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് ഈച്ച് പ്രൊപ്പോസൽ നീഡ് ടു ബി ഇവാലുവേറ്റഡ് ഇൻ ദി ലൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റീവ് ടു ബി അച്ചീവ്ഡ്. നമുക്ക് നേടിയെടുക്കാനുള്ള ആ ഒബ്ജക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ തൊട്ട് മുമ്പ് പറഞ്ഞ 20% സെയിൽസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ ബദലുകൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. എന്താണ്? കോസ്റ്റ് കുറയ്ക്കുക, ഓഫറുകൾ നൽകുക, പിന്നെ ഡിസ്കൗണ്ടുകൾ നൽകുക, ഈ അഡ്വർടൈസ്മെൻറ്റ് വർദ്ധിപ്പിക്കുക. അപ്പോൾ ഈ ബദലുകളുടെ എല്ലാം ആ സെയിൽസ് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് ഈ ബദലുകൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ആഫ്റ്റർ എഫക്റ്റുകൾ, അതിൻ്റെ ഓരോന്നിൻ്റെയും സാധ്യതകൾ, പോസിബിലിറ്റീസ് എല്ലാം എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം, സ്റ്റഡി നടത്തണം, ഇവാലുവേറ്റ് ചെയ്യണം. അതാണ് ഫോർത്ത് പോയിൻറ്റ്. എന്ത്? ഇവാലുവേറ്റിംഗ് ദ ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, സെലക്ടിങ് ആൻ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ വ്യത്യസ്ത ബദലുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തു, പരമാവധി സ്റ്റഡി നടത്തി ഇവാലുവേറ്റ് ചെയ്തു. ഓരോന്നിൻ്റെയും നെഗറ്റീവ് ആസ്പെക്റ്റും പോസിറ്റീവ് ആസ്പെക്റ്റുകളും, അതിൻ്റെ പോസിബിലിറ്റിയും അതിൻ്റെ സാധ്യതകളും അതിൻ്റെ മെച്ചങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്തു, പരമാവധി വിലയിരുത്തി അതിൽ നിന്ന് ഏറ്റവും നല്ലതൊന്ന് നമ്മൾ
കണ്ടെത്തി കഴിഞ്ഞു. അത് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതാണ് അടുത്ത സ്റ്റെപ്പ്, സെലക്ടിങ് ആൻ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ആഫ്റ്റർ ഇവാലുവേറ്റിംഗ് ദ വേരിയസ് ആൾട്ടർനേറ്റീവ്സ്, അതായത് എല്ലാ വ്യത്യസ്ത ബദലുകളെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും സ്യൂട്ടബിളായ, ഫീസിബിൾ അനുയോജ്യമായ, പ്രോഫിറ്റബിൾ ലാഭകരമായ, ആൻഡ് വിത്ത് ലീസ്റ്റ് നെഗറ്റീവ് കോൺസിക്വൻസ് പരമാവധി നെഗറ്റീവായ കോൺസിക്വൻസുകൾ കുറഞ്ഞ ആക്ഷൻ കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. ഏതൊക്കെ? സ്യൂട്ടബിൾ ആയിരിക്കണം, ഫീസിബിൾ ആയിരിക്കണം, പ്രോഫിറ്റബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ വിത്ത് ലീസ്റ്റ് നെഗറ്റീവ് കോൺസിക്വൻസ്, അതായത് അനന്തര ഫലദോഷം ഏറ്റവും കുറഞ്ഞത്, ലീസ്റ്റ് നെഗറ്റീവ് കോൺസിക്വൻസ് ഉള്ള കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ദിസ് ഈസ് ദ റിയൽ പോയിൻ്റ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അതായത് സെലക്ടിങ് ആൻ ആൾട്ടർനേറ്റീവ് എന്നുള്ളിടത്താണ് ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത്. ഇതാണ് തീരുമാനമെടുക്കൽ നടക്കുന്ന സ്റ്റെപ്പ്. അതായത് പല പദ്ധതികളിൽ നിന്ന് ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു, തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി സംടൈംസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് മേ ബി സെലക്ടഡ്. ചില സമയങ്ങളിൽ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ആവില്ല. നമ്മളിങ്ങനെ സ്റ്റഡി നടത്തിയ ശേഷം എന്താണ്, ചിലപ്പോൾ ഒന്നോ രണ്ടോ അതിലധികമോ ആൾട്ടർനേറ്റീവ്സിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തേക്കാം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, സിക്സ്ത് സ്റ്റെപ്പ്, ഇംപ്ലിമെൻറ്റിങ് ദ പ്ലാൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്ലാൻ നടപ്പിലാക്കുന്നു. സെലക്ട് ചെയ്ത ആൾട്ടർനേറ്റീവ് നമ്മൾ എന്ത് ചെയ്യുന്നു, നടപ്പിലാക്കുന്നു. ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ എന്നോട് ഉദ്ദേശിക്കുന്നത് പുട്ടിംഗ് ദ പ്ലാൻ ഇൻ ടു ആക്ഷൻ ഈസ് കോൾഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻ. അതായത് നമ്മൾ ആ പ്ലാനിനെ ആക്ഷൻ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നതിന്, പുട്ടിംഗ് ദ പ്ലാനിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്കി തീർക്കുന്നു, കൊണ്ടുവരുന്നു ഇൻ ടു ആക്ഷൻ പ്രവൃത്തി പദത്തിലേക്ക്. ആ പ്ലാൻ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നതിന് പറയുന്ന പേരാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻ. ദാറ്റ് ഈസ് ഡൂയിങ് വാട്ട് ഈസ് റിക്വയർഡ്. എന്താണോ ആവശ്യമുള്ളത് അത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. അതിന് പറയുന്ന പേരാണെന്ത്, ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ. അതായത് 20% സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല പദ്ധതികൾ നേരത്തെ ഒബ്ജക്റ്റീവ് 20% സെയിൽസ് വർദ്ധിപ്പിക്കാൻ എന്നാണ്. അതിൻ്റെ പദ്ധതികൾ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്, ഒന്നുകിൽ എന്താണ് അഡീഷണൽ പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുക, അങ്ങനെ സെയിൽസ് വർദ്ധിപ്പിക്കുക. അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് നടപ്പിലാക്കുക, ആ പ്ലാൻ നമ്മൾ നടപ്പിലാക്കുക. അല്ലെങ്കിൽ ഓഫറുകൾ ഡിസ്കൗണ്ടുകൾ നൽകുക എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ബദലെങ്കിൽ അത് നടപ്പിലാക്കുക. അല്ലെങ്കിൽ പരസ്യം വർദ്ധിപ്പിക്കുക എന്നാണെങ്കിൽ അതാണ് നമ്മുടെ ബദൽ നമ്മൾ സ്വീകരിക്കുന്നത് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് നടപ്പിലാക്കുക. അപ്പോൾ നമ്മളുടെ പ്ലാൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത്, ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, സെവൻത്ത് സ്റ്റെപ്പ്, ഏഴാമത്തെ സ്റ്റെപ്പ്, ഫോളോ അപ്പ് ആക്ഷൻ. ഫോളോ അപ്പ് പ്രവർത്തനം. അതായത് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെക്കിംഗ് വെദർ പ്ലാൻസ് ആർ ബീയിങ് ഇംപ്ലിമെൻറ്റഡ് ആൻഡ് ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് അക്കോർഡിംഗ് ടു ഷെഡ്യൂൾ ഓർ അലോങ് ദ റൈറ്റ് ലൈൻസ് ഓർ നോട്ട്. അതായത് ഈ പ്ലാനൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമെല്ലാം നമ്മൾ ഷെഡ്യൂൾ ചെയ്തത് പ്രകാരമാണോ, അല്ലെങ്കിൽ നമ്മൾ നിർദ്ദേശിച്ച ആ ലൈൻ പ്രകാരം തന്നെയാണോ മുന്നോട്ട് പോകുന്നത്, അത് ആണോ അല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുക. അതാണെന്ത് ഫോളോ അപ്പ് ആക്ഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത്. ദ ആക്ച്വൽ പെർഫോമൻസ് ഈസ് കമ്പയർഡ് വിത്ത് ദി പ്ലാൻഡ് പെർഫോമൻസ്. അതിനുവേണ്ടി എന്താ ചെയ്യുക, യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോഴത്തെ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് മെഷർ ചെയ്യുന്നു. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് പ്ലാൻഡ് പെർഫോമൻസ്. നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത് അതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു. അതായത് 20% സെയിൽസ് വർദ്ധിപ്പിക്കണം എന്നാണ് നമ്മളുടെ പ്ലാന്. ഇപ്പോൾ നമ്മുടെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്തപ്പോൾ അത് 18% ആണ് നമുക്ക് വർധന വന്നിട്ടുള്ളൂ എങ്കിൽ അത് നമ്മളിന്ന് കമ്പാരിസൺ നടത്തുന്നു. അപ്പോൾ ആക്ച്വൽ പെർഫോമൻസായ 18%ഉം നമ്മുടെ പ്ലാൻഡ് പെർഫോമൻസായ 20% നമ്മൾ എന്ത് ചെയ്യും, കമ്പാരിസൺ നടത്തുന്നു. ഇൻ ദിസ് വേ, ഇപ്രകാരം എനി ഷോർട്ട് കമ്മിങ്സ് ക്യാൻ ബി നോട്ടഡ് ആൻഡ് സ്യൂട്ടബിൾ റെമഡിയൽ ആക്ഷൻസ് ക്യാൻ ബി ടേക്കൺ. ഇപ്രകാരം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്താനും അതുപോലെ തന്നെ അതിന് വേണ്ട പരിഹാര നടപടികൾ നടപ്പിലാക്കാനും, സ്യൂട്ടബിൾ റെമഡീസ് അനുയോജ്യമായ പരിഹാര റെമഡിയൽ ആക്ഷൻസ്, സ്യൂട്ടബിൾ റെമഡിയൽ ആക്ഷൻ അനുയോജ്യമായ പരിഹാര നടപടികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനും ഇത് സഹായിക്കുന്നു. എവിടെയാണ് ഇപ്പോൾ ആക്ച്വലി 18% ആണ്, നമ്മൾ ഉദ്ദേശിച്ച 20% ആണ്. അപ്പോൾ ആ 2% എന്തുകൊണ്ട് നമുക്കത് കുറവ് വന്നു എന്നൊക്കെ നമ്മൾ പരിശോധിച്ച് അതിന് അടുത്ത വർഷം അത് എങ്ങനെ നികത്താം, പരിഹരിക്കാം എന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. അങ്ങനെ ചെക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് പറഞ്ഞവരാണ് നമ്മൾ ചെയ്ത പ്ലാനും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും എത്രമാത്രം ഫലവത്തായി എഫക്റ്റീവായി എന്ന് ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടേയിരിക്കുക. അതിന് പറഞ്ഞ പേരാണിത് ഫോളോ അപ്പ്. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്ലാനിങ് പ്രോസസ്സ്. അപ്പോൾ പ്ലാനിങ് പ്രോസസ്സിൽ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്ങിൽ 7 സ്റ്റെപ്പുകളുള്ളത്. ആ സ്റ്റെപ്പുകൾ നമുക്ക് ഇങ്ങനെ ചിത്രീകരിക്കാം. ശ്രദ്ധിക്കുക, റൈറ്റ് ഹാൻഡ് ലോവർ സൈഡിനായി വലത്തെ അറ്റത്ത് താഴെ ഭാഗത്ത് മുകളിലോട്ട്, ഇടത്തെ ഭാഗം ടോപ്പിലേക്ക് സ്റ്റെപ്പായി പോകുന്നു. ഫസ്റ്റ് സെറ്റിംഗ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, ദെൻ ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രൊമൈസസ്,
Third, identifying alternative courses of action. Fourth one, evaluating alternatives. Fifth one, selecting the best alternative. Sixth one, implementing the plan. And seventh one, follow-up activities. ഇത്രയുമാണ് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് അല്ലെങ്കിൽ പ്ലാനിങ് പ്രോസസ്സ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇനി ഇതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് അടുത്ത ലക്കത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് പ്ലാൻസ്, വ്യത്യസ്ത തരം പ്ലാനുകൾ ഏതൊക്കെ എന്നുള്ളതാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നന്ദി വാക്കും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ ചാനലും വീഡിയോയും ഷെയർ ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട വിവിധ ടോപ്പിക്കുകൾ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തതുണ്ടെങ്കിൽ നിർബന്ധമായി വാച്ച് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുമായി ബന്ധപ്പെട്ട ലിങ്കുകൾ ഈ വീഡിയോയുടെ ഇടയിൽ 5 സ്ഥലത്തും അതുപോലെ ഇപ്പോഴത്തെ സ്ക്രീൻ തൊട്ട് മുകളിലും കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ വീഡിയോകൾ വാച്ച് ചെയ്യാവുന്നതാണ്. എല്ലാ വീഡിയോകളും വാച്ച് ചെയ്ത് ആവശ്യമായ നോട്ട്സുകളൊക്കെ എഴുതിയെടുത്ത് പരീക്ഷയ്ക്ക് നന്നായിട്ട് വെൽ പ്രിപ്പയർഡ് ആവുക. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.